നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. LDF MLA-മാരെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ പ്രതിഷേധം. കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ പ്രകടനം നടന്നു. NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ 23-ന് പഞ്ചദിന സത്യാഗ്രഹം തുടങ്ങും. വാഹന പ്രചരണ ജാഥ പ്രയാണം തുടങ്ങി. വഴിയോര കച്ചവടക്കാരോടുള്ള അവഗണന. വഴിയോര തൊഴിലാളി യൂണിയൻ STU പ്രവർത്തകർ നഗരസഭാ മാർച്ച് നടത്തി. പഞ്ചഗുസ്തി മത്സരത്തിൽ ലോക ചാമ്പ്യനായ MV പ്രതീഷിന് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. ആംഗ്യഭാഷയിൽ ബജറ്റ് അവതരിപ്പിക്കാൻ ക്ഷണിക്കുന്ന സ്പീക്കറാണ് നിയമസഭയിൽ ഉള്ളതെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ. ഖനന നിയമത്തിലെ ഇളവ് റദ്ദാക്കിയ നടപടിക്കെതിരെ പ്രതിഷേധം. ജില്ലാ പരിസ്ഥിതി സമിതി സർക്കാരിനെ കുറ്റവിചാരണ ചെയ്തു. പതിവ് തെറ്റിച്ചില്ല. മധുരമ്പാടി ഇല്ലത്തെ തന്ത്രി കുടുംബത്തെ കാണാൻ തിരുവപ്പന വെള്ളാട്ടമെത്തി. മധുരമ്പാടി മുത്തപ്പൻ മടപ്പുര തിരുവപ്പന വെള്ളാട്ട ഉത്സവത്തിന് സമാപനം. LDF MLA-മാരെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ പ്രതിഷേധം ഇരമ്പി. കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ പ്രകടനം നടന്നു. കേരള നിയമസഭയിലെ 5 LDF MLA-മാരെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് കാഞ്ഞങ്ങാട്ട് പ്രകടനം നടന്നത്. പ്രകടനത്തിന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK നാരായണൻ, E ചന്ദ്രശേഖരൻ MLA, അഡ്വക്കേറ്റ് P അപ്പുകുട്ടൻ, ബംഗളം കുഞ്ഞികൃഷ്ണൻ, ഗോവിന്ദൻ പള്ളികാപ്പിൽ, M ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വമേകി. NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ 23 മുതൽ പഞ്ചദിന സത്യാഗ്രഹം തുടങ്ങുന്നു. സംസ്ഥാനതല വാഹന പ്രചരണ ജാഥയ്ക്ക് സ്വീകരണം നൽകി. വിവിധ ആവശ്യങ്ങളുയർത്തി NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ 23 മുതൽ പഞ്ചദിന സത്യാഗ്രഹം നടക്കും. പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് സമരം നടക്കുന്നത്. മാർച്ച് 23 മുതൽ 27 വരെയാണ് സമരം. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കരുത് എന്ന ആവശ്യമുയർത്തിയാണ് സമരം നടക്കുന്നത്. സമരപ്രചരണം നടക്കുന്ന വടക്കൻ മേഖലാ ജാഥയ്ക്ക് വെള്ളിക്കോത്ത് സ്വീകരണം നൽകി. സ്വീകരണ യോഗം മുൻ MLA ഗിരിജ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് തൊഴിലുറപ്പെന്ന് പേരുണ്ട്, ഉറപ്പില്ലാത്ത തൊഴിലാണ്. ഞങ്ങൾക്ക് തൊഴിൽ വേണം, ഞങ്ങൾക്ക് മാന്യമായ കൂലി വേണം, ഞങ്ങൾക്ക് അന്തസ്സോടുകൂടി ജീവിക്കണം. ഞങ്ങളുടെ കാര്യങ്ങൾ പറയാൻ ഞങ്ങൾക്കൊരു സംഘടന വേണം. പറഞ്ഞില്ലേ? അങ്ങനെയാണ് ഈ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ രൂപീകരിക്കുന്നത്. ഈ സംഘടന രൂപീകരിച്ചതിന് ശേഷം ഒരുപാട് പോരാട്ടം നമ്മൾ നടത്തിയല്ലേ? പഞ്ചായത്ത് കേന്ദ്രത്തിലേക്ക്, ബ്ലോക്ക് ഓഫീസിലേക്ക്, ജില്ലാ കളക്ടറേറ്റിലേക്ക്, എന്തിന് നിയമസഭയിലടക്കം മാർച്ച് നടത്തി. അങ്ങനെയാണ് മാറ്റങ്ങൾ വന്നത്. 8 തൊട്ട് 5 മണി വരെ പണിയെടുക്കുന്നത് 9 തൊട്ട് 5 ആയത് അങ്ങനെയാണ്. ഈ സമരം നടത്തിയത് കൊണ്ടാണ്. ചെറാക്കോട്ട് കുഞ്ഞുകണ്ണൻ അധ്യക്ഷനായി. ജാഥ ലീഡർ പത്മരാജൻ, സൂസൻ കൊടി, B നാരായണ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. വഴിയോര കച്ചവടക്കാരോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധം. വഴിയോര തൊഴിലാളി യൂണിയൻ STU കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ മാർച്ച് നടത്തി. വഴിയോര തൊഴിലാളി യൂണിയൻ STU കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ചിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. മാർച്ച് മുസ്ലിം ലീഗ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു. ഈ സമരത്തിൽ അണിചേർന്നിട്ടുള്ള സമരഭടന്മാരെ, സുഹൃത്തുക്കൾ, ഈ ധർണക്കാധാരമായിട്ടുള്ള സംഗതികളെ സംബന്ധിച്ച് സ്വാഗത ഭാഷണത്തിൽ ജനാബ് കരീമും അധ്യക്ഷ പ്രസംഗത്തിൽ ജനാബ് KP മുഹമ്മദ് അഷ്റഫും സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഈ ധർണക്കാധാരമായിട്ടുള്ളത്. ഒന്ന്, വഴിയോര കച്ചവടക്കാരുടെ പുനരധിവാസം ഉറപ്പുവരുത്തുന്നതിൽ നഗരസഭ കാണിക്കുന്ന അലംഭാവവും വീഴ്ചയും അവസാനിപ്പിക്കുക. 2, പുനരധിവസിപ്പിക്കുന്നവരുടെ കാര്യത്തിൽ നഗരസഭ സ്വീകരിക്കുന്ന വിവേചനം അവസാനിപ്പിക്കുക. STU ജില്ലാ പ്രസിഡന്റ് KP മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷനായി. STU ജില്ലാ ജോയിന്റ് സെക്രട്ടറി കരീം കുശാൽ നഗർ, TK ഇബ്രാഹിം, K മുഹമ്മദ് കുഞ്ഞി, KK ജാഫർ, യൂനസ് വടകരമുക്ക്, T അബ്ദുൾ റഹ്മാൻ മേസ്രി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചഗുസ്തി മത്സരത്തിൽ ലോക ചാമ്പ്യനായ പ്രതീഷിന് കാഞ്ഞങ്ങാടിന്റെ ആദരം. സ്വീകരണ യോഗവും സംഘടിപ്പിച്ചു.
സ്പെയിനിലെ മാഡ്രിഡിൽ വെച്ച് നടന്ന ലോക പഞ്ചഗുസ്തി മത്സരത്തിൽ 75 കിലോ വിഭാഗത്തിലാണ് പ്രതീഷ് ലോക ചാമ്പ്യനായത്. കുശാൽ നഗർ സ്വദേശിയായ MV പ്രതീഷ് ചിട്ടയായ പരിശീലനവും കഠിനാധ്വാനവും കൊണ്ടാണ് ലോക ചാമ്പ്യൻ പദവി കരസ്ഥമാക്കിയത്. രാജ്യത്തിന്റെ അഭിമാനമായ MV പ്രതീഷിന് കാഞ്ഞങ്ങാട്ടെ പൗരാവലി സ്വീകരണം നൽകി. നോർത്ത് കോട്ടച്ചേരിയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിലാണ് പ്രതീഷിനെ ആനയിച്ചത്. സ്വീകരണത്തിന് VV രമേശൻ, SK കുട്ടൻ, KP മോഹനൻ, M ഹമീദ് ഹാജി, T മുഹമ്മദ് അസ്ലം, സുരേഷ് മോഹൻ, UV ഇക്ബാൽ, ബാവ കുശാൽ നഗർ, അംബുജാക്ഷൻ തുടങ്ങിയവർ നേതൃത്വമേകി. സ്വീകരണ സമ്മേളനം ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷമാണ് ഉള്ളത് ഈ പരിപാടിയിൽ പങ്കെടുക്കാനും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വളരെ സന്തോഷമാണ് ഉള്ളത്. ഇന്നത്തെ പ്രതീക്ഷ അദ്ദേഹം ഈ നാട്ടിലേക്ക് തന്നെ, കാസർഗോഡ് ജില്ലയ്ക്ക് തന്നെ, കേരള സംസ്ഥാനത്ത് തന്നെ ഒരു അഭിമാനമാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകൾ നേരുന്നു. അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ, അതിൻ്റെ ഭാവിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കേട്ടിട്ട്. മിസ്റ്റർ വേൾഡായിട്ട് അദ്ദേഹം ആയിരുന്നു. ഇപ്പോൾ റെസ്ലിംഗ് ലൈവ് അദ്ദേഹം റെസ്ലിംഗ് ലൈവ് അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. വളരെ സന്തോഷമാണ് ഉള്ളത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വളരെ സന്തോഷമുണ്ട്. ഈ പരിപാടിക്ക് പിന്നെ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകൾ നേരുന്നു. നമസ്കാരം. നഗരസഭാ ചെയർപേഴ്സൺ K ദിവ്യ അധ്യക്ഷയായി. E ചന്ദ്രശേഖരൻ MLA ഉപഹാരം നൽകി. AK നാരായണൻ, മടിക്കൈ കമ്മാരൻ, M പൊക്ലൻ, A ദാമോദരൻ, T മുഹമ്മദ് അസ്ലം, M ഹമീദ് ഹാജി, VV രമേശൻ, സുരേഷ് മോഹൻ, KP മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ആംഗ്യഭാഷയിൽ ബജറ്റ് അവതരിപ്പിക്കാൻ ക്ഷണിക്കുന്ന സ്പീക്കറാണ് നിയമസഭയിൽ ഉള്ളതെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ. കാലിച്ചാനൊടുക്കത്ത് രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയിൽ ബജറ്റ് അവതരണം ചട്ടപ്രകാരം നടന്നില്ലെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ പറഞ്ഞു. സ്പീക്കർ ആംഗ്യം കാട്ടി വിളിക്കുകയാണ് ഉണ്ടായത്. കാലിച്ചാനടുക്കത്ത് CPIM ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് വിവരിക്കുന്നത് കൃഷ്ണപിള്ളയായിരുന്നു. PC ജോഷി അവരോട് പറഞ്ഞു, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രമല്ല, മാനവരാശികളെ മോചനമാക്കുകയുള്ള എല്ലാവരുടെയും അഭിമന്യുകളാണ്. നാളെ ഞങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിൽ പോകും, ചെറിയ ഗ്രാമത്തിൽ. അവിടെ ഞങ്ങൾ പോയാൽ നിങ്ങളുടെ ബന്ധുമിത്രാദികളെ കാണും. അവരോട് വല്ലതും പറയാനുണ്ടോ? നിങ്ങളുടെ ബന്ധുക്കളോട് നിങ്ങൾക്ക് വേണ്ടി വല്ലതും പറയാനുണ്ടോ? ഇതാണ് ചോദ്യം. ബാനംകൃഷ്ണൻ അധ്യക്ഷനായി. CPM ജില്ലാ കമ്മിറ്റി അംഗം T കോരൻ, MV കൃഷ്ണൻ, P ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. 2015 ഗണന നിയമത്തിലെ ഇളവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പരിസ്ഥിതി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സർക്കാരിനെ കുറ്റവിചാരണ ചെയ്തു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു സമരം. 7/2/2015 മൈനർ മിനറൽ കൺസഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സർക്കാരിനെ കുറ്റവിചാരണ ചെയ്തു. ജില്ലാ പരിസ്ഥിതി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഉപ്പുമരച്ചോട്ടിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. പരിസ്ഥിതി പ്രവർത്തകരായ വിജയൻ കോടത്ത്, T കൃഷ്ണൻ, TV രാജേന്ദ്രൻ, പ്രൊഫസർ TC മാധവ് പണിക്കർ, നാരായണൻ പേരിയ, അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, TPK പൊതുവാൾ, സുബൈർ പടുപ്പ്, അബ്ദുൽ ഖാദർ ചട്ടഞ്ചാൽ തുടങ്ങിയവർ സംസാരിച്ചു. ഹോസ്ദുർഗ് തെരുവത്ത് AUP സ്കൂളിന്റെ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. ഹോസ്ദുർഗ് തെരുവത്ത് AUP സ്കൂളിന്റെ 53ാം വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന സാവിത്രി ടീച്ചർക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. വാർഷികാഘോഷം മുനിസിപ്പൽ ചെയർപേഴ്സൺ K ദിവ്യ ഉദ്ഘാടനം ചെയ്തു. 56 വർഷം അത് നമ്മുടെ എല്ലാവർക്കും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. കാരണം 56 വർഷം കഴിഞ്ഞാൽ, 86 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ജോലിയിൽ നിന്ന് റിട്ടയർമെന്റ് വാങ്ങിയേ തീരുള്ളൂ. അതിൽ പകുതിയും 28 വർഷവും ഒരു സ്കൂളിൽ അധ്യാപികയെ ജോലി ചെയ്യുക എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ്. ഒരു വിശ്രമ ജീവിതത്തിലേക്കാണ് ടീച്ചർ പോകുന്നത്. നേരത്തെ ഇവിടെ പൂർവ്വ വിദ്യാർത്ഥിയായ മുത്തലീമൊക്കെ അവരുടെ അധ്യാപന ജോലിയെക്കുറിച്ചും അവർക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ സംസാരിക്കും. നമുക്കറിയാം, ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് പലതരം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കാലയളവാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സംഘാടക സമിതി ചെയർമാൻ T അബൂബക്കർ ഹാജി അധ്യക്ഷനായി. ചടങ്ങിൽ പാചക തൊഴിലാളി വെള്ളച്ചിയമ്മയെ ആദരിച്ചു. ഹെഡ്മിസ്ട്രസ് B ഉമ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ കൗൺസിലർമാരായ TK സുമയ്യ, വിജയ മുകുന്ദ്, BPO K ഗ്രീഷ്മ, മദർ PTA പ്രസിഡന്റ് P താഹിറ, TP അബ്ദുള്ള, M കുഞ്ഞികൃഷ്ണൻ,
പി അഹമ്മദ് അലി, പി കെ അബ്ദുൾ സലാം, ടി മുത്തലീബ്, ശ്രീജ, എം റഷീദ് മാസ്റ്റർ, പി സാവിത്രി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ മാനേജർ കെ വി നാരായണൻ സ്വാഗതവും കെ അബൂബക്കർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. അർഹമായ ഇ ഗ്രാന്റ് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് കണ്ണൂർ സർവകലാശാല നീലേശ്വരം പാലത്തടം ക്യാമ്പസിൽ വിദ്യാർത്ഥികളുടെ ഉപരോധം തുടങ്ങി. SFIയുടെ നേതൃത്വത്തിലാണ് ഉപരോധ സമരം ആരംഭിച്ചിരിക്കുന്നത്. ക്യാമ്പസിലെ 450ഓളം വിദ്യാർത്ഥികളിൽ 400ഓളം പേർക്കും കഴിഞ്ഞ അധ്യയന വർഷം ഇ ഗ്രാന്റ് സ്കോളർഷിപ്പ് ആനുകൂല്യം ലഭിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ലഭിച്ച വിദ്യാർത്ഥികളെ പോലും ഇക്കുറി സ്കോളർഷിപ്പിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയെന്ന് SFI പറയുന്നു. ഇതേ തുടർന്നാണ് പ്രശ്നപരിഹാരമുണ്ടാകുന്നതുവരെ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ച വിദ്യാർത്ഥികൾ ക്യാമ്പസ് ഉപരോധിച്ചത്. SFI ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനൊരു രൂക്ഷമായ സമരത്തിലേക്ക് SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ അധികൃതർ വല്ലാതെ നിർബന്ധിച്ചിരിക്കുകയാണ്. ഈ ക്യാമ്പസ് അടച്ചിട്ടുകൊണ്ട് ഒരു സമരം നടത്തണമെന്ന് ഒരു കാലത്തും SFI ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഇ ഗ്രാന്റ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി വിരുദ്ധമായ സമീപനം അധികാരികൾ എടുക്കുന്ന വേളയിലെല്ലാം തന്നെ സഹന സമരത്തിന് നേതൃത്വം കൊടുത്തു. വിദ്യാർത്ഥികൾ ഭക്ഷണം ഉപേക്ഷിച്ച് നിരാഹാര സമരം കിടന്നുകൊണ്ട് ഇതാ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യായമായ ഞങ്ങളുടെ അവകാശമാണ്. ഇതാ ഞങ്ങൾ വിദ്യാർത്ഥികൾ ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഒരു സമരത്തിന് മുന്നിലേക്ക് വരുന്നത്. ഞങ്ങളുടെ ആവശ്യം അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ സഹന സമരത്തിലൂടെയാണ് ഇങ്ങനെ ഒരു പ്രക്ഷോഭത്തിനും പ്രതിഷേധത്തിനുമെല്ലാം തന്നെ ഈ കലാലയത്തിൽ തുടക്കത്തിൽ നേതൃത്വം കൊടുത്തത്. പി രഞ്ജിത് കുമാർ അധ്യക്ഷനായി. കെ സതീഷ്, പി സിദീൻ, കെ വി ശ്യാംചന്ദ്രൻ, എം അഖിൽ, ആഷിഖ് അബു എന്നിവർ സംസാരിച്ചു. സർവകലാശാല അധികൃതരുടെ നിർദ്ദേശപ്രകാരം ക്യാമ്പസ് അധികൃതർ ഉച്ചയോടെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. പ്രശ്നം പരിഹാരമായില്ലെങ്കിൽ ബുധനാഴ്ച മുതൽ സമരം ശക്തമാക്കാനാണ് തീരുമാനം. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവത്തിൽ വിജയികളായവരെയും പങ്കെടുത്തവരെയും കാലിച്ചാനൊടുക്കാൻ SNDP PTA കമ്മിറ്റി അനുമോദിച്ചു. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവത്തിൽ പങ്കെടുത്തവരെയും വിജയികളായവരെയും SNDP PTA കമ്മിറ്റി യോഗം അനുമോദിച്ചു. അനുമോദന യോഗം കോളേജ് പ്രിൻസിപ്പാൾ കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അവർക്ക് വീഡിയോയുടെ ആഭിമുഖ്യത്തിൽ അനുമോദനം സംഘടിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യത്തിൽ പറഞ്ഞിരുന്നത്. അവരുടെ വീഡിയോയുടെ ഉപകരണങ്ങൾ ഇവിടെ ഉപയോഗിച്ചിട്ട് ആ ഉപകരണങ്ങൾ വിജയം സമർപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ NSSന്റെ ഈ വർഷത്തെ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളുടെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതാണ് ഇവിടെ നടക്കുന്നത്. ഭരണസമിതി അംഗം കെ ജയകുമാർ അധ്യക്ഷനായി. പ്രോഗ്രാം ഓഫീസർ വി ധനീഷ് ഉപഹാരം വിതരണം ചെയ്തു. ശൈലജ, EC വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. കോളേജ് യൂണിയൻ ചെയർമാൻ ആനന്ദ് ഉണ്ണികൃഷ്ണൻ സ്വാഗതവും KV മഞ്ജുഷ നന്ദിയും പറഞ്ഞു. ബാലസംഘം വേനൽത്തുമ്പി സംസ്ഥാന കലാജാഥ ഏപ്രിൽ 20 മുതൽ മെയ് 10 വരെ. കലാജാഥയുടെ പരിശീലന ക്യാമ്പ് ചെറുവത്തൂർ പുത്തിലോട്ടെ TK ഗംഗാധരൻ മന്ദിരത്തിൽ ഏപ്രിൽ 3 തുടങ്ങും. ക്യാമ്പിന് സംഘടക സമിതി രൂപീകരിച്ചു. നേരത്തെ കുട്ടികളെ സംഘടിപ്പിക്കാനുണ്ടായിരുന്ന ഇടങ്ങൾ നമ്മുടെ ഗ്രാമീണ മേഖലയ്ക്കകത്ത് പോലും ഇനി നൽകുന്നില്ല എന്നുള്ളത് കാണാം. അപ്പൊ ഞങ്ങളെല്ലാം കുട്ടികളായ കാലത്ത് പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തോട് നമുക്ക് ആഭിമുഖ്യം ഉണ്ടാകുന്നതിന് നമ്മുടെ പ്രദേശങ്ങളിൽ നടക്കുന്ന രാഷ്ട്രീയ സമ്മേളനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത്തരം പരിപാടികളെല്ലാം തന്റെ മക്കളെ കൂടി കൊണ്ടുപോവുക എന്നുള്ളത് പഴയ തലമുറ അവരുടെ ഒരു ചുമതലയായിട്ട് ഏറ്റെടുത്താൽ അപ്പൊ പഴയ കാലത്തെല്ലാമുള്ള നമുക്ക് സ്വാധീനമുള്ള ഗ്രാമീണ മേഖലകളിൽ ഒരു 10-40% കുട്ടികളെയെങ്കിലും അവിടെ നടക്കുന്ന പാർട്ടി പരിപാടികളുമായിട്ട് ബന്ധിപ്പിക്കാൻ നമ്മുടെ മുതിർന്ന ആളുകൾ താല്പര്യം കാണിച്ചിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 5 പരിശീലകന്മാർ വീതവും ജില്ലയിലെ 45 കുട്ടികളുമാണ് ക്യാമ്പിലുള്ളത്. നാടകം, ചൊൽക്കാഴ്ച, നൃത്താവിഷ്കാരം ഉൾപ്പെടെ 1.5 മണിക്കൂർ കലാപരിപാടിക്കുള്ള പരിശീലനമാണ് നൽകുന്നത്. സംഘാടക സമിതി രൂപീകരണം CPIM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി VPP മുസ്തഫ അധ്യക്ഷനായി. സംസ്ഥാന ജോയിന്റ് കൺവീനർ M പ്രകാശൻ, PP സച്ചിൻ, PP ലക്ഷ്മണൻ എന്നിവർ ക്യാമ്പ് വിശദീകരിച്ചു. ജില്ലാ സെക്രട്ടറി അംഗമായ P ജനാർദ്ദനൻ, TV ഗോവിന്ദൻ, MV കോമൻ നമ്പ്യാർ, AV രമണി, E കുഞ്ഞിരാമൻ, OM ബാലകൃഷ്ണൻ,
എം വി രതീഷ്, പപ്പൻകുട്ടമത്ത, പി സുകുമാരൻ, കെ നാരായണൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സെക്രട്ടറി എം രൺഷീദ സ്വാഗതം പറഞ്ഞു. കുമ്പടാച്ചിയിൽ വീണ്ടും കാട്ടുപന്നിയുടെ ആക്രമണം. വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. മാർത്തനടുക്കയിലെ കൃഷ്ണന്റെ ഭാര്യ സുശീലയ്ക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. മാർപ്പനടുക്കയിൽ നിന്നും അകൽപ്പാടിയിലേക്ക് നടന്നു പോകുന്നതിനിടയിലാണ് സുശീലയെ പന്നി ആക്രമിച്ചത്. പന്നിയുടെ കുത്തേറ്റ് പരിക്കേറ്റ സുശീലയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അകൽപ്പാടി അന്നപൂർണേശ്വരി സ്കൂളിലേക്കുള്ള 100 കണക്കിന് വിദ്യാർത്ഥികൾ ഇതുവഴിയാണ് കടന്നുപോകുന്നത്. ബുധനാഴ്ച രാവിലെയും കുട്ടികൾ ഇതുവഴി നടന്നുപോയിരുന്നു. കുട്ടികൾ കടന്നുപോയ ഉടനെയായിരുന്നു സുശീലയ്ക്ക് നേരെ ആക്രമണം നടന്നത്. 2 ആഴ്ച മുമ്പ് കുമ്പടാജയിലുണ്ടായ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരു വീട്ടമ്മ മരിച്ചിരുന്നു. 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പ്രദേശത്ത് പന്നിയുടെ ആക്രമണം രൂക്ഷമാകുന്നത് നാട്ടുകാരിൽ ഭീതി ഉളവാക്കുന്നുണ്ട്. ഇതു സംബന്ധിച്ച് പരാതിപ്പെട്ടിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മധുരമ്പാടി മുത്തപ്പൻ മടപ്പുരയിലെ പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ടത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം. പതിവ് തെറ്റിക്കാതെ തന്ത്രി കുടുംബത്തെ കാണാൻ തിരുവപ്പന വെള്ളാട്ടമെത്തി. ഭക്തിയുടെ നിറവിൽ മധുരമ്പാടി മുത്തപ്പൻ മടപ്പുരയിലെ തിരുവപ്പന വെള്ളാട്ട ഉത്സവത്തിന് സമാപനമായി. പതിവ് തെറ്റിക്കാതെ ഇക്കുറിയും മധുരമ്പാടി ഇല്ലത്തെ തന്ത്രി കുടുംബത്തെ കാണാൻ തിരുവപ്പന വെള്ളാട്ടം തെയ്യങ്ങളെത്തി. വർഷങ്ങളായി നിലനിൽക്കുന്ന അനുഷ്ഠാനത്തിന്റെ ഭാഗമായാണ് ഇരു തെയ്യങ്ങളും മധുരമ്പാടി ഇല്ലത്തെത്തിയത്. തിരുവപ്പന വെള്ളാട്ട ഉത്സവത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായാണ് മടപ്പുരയിൽ നിന്നും മധുരമ്പാടി ഇല്ലത്തേക്ക് തെയ്യങ്ങൾ പോകുന്നത്. തന്ത്രി കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ തെയ്യങ്ങളെ വരവേറ്റ് സ്വീകരിക്കുകയുണ്ടായി. കോടിമുണ്ടും പാലും കൊടുക്കുന്ന ചടങ്ങും നടന്നു. തന്ത്രി കുടുംബാംഗങ്ങളുമായി കൂടിപ്പിരിഞ്ഞ ശേഷം തെയ്യങ്ങൾ മടപ്പുരയിലേക്ക് മടങ്ങി. ഇല്ലത്തേക്കുള്ള യാത്രയിലും തുടർന്ന് മടപ്പുരയിലേക്കുള്ള മടക്കയാത്രയിലും നിരവധി ഭക്തജനങ്ങൾ അകമ്പടി സേവിക്കുകയുണ്ടായി. കോട്ടച്ചേരി ചെരക്കര തറവാട് പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി കട്ടിലവെക്കൽ ചടങ്ങ് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കോട്ടച്ചേരി ചെറക്കര തറവാട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്ന കട്ടിലുവെക്കൽ ചടങ്ങിന് സോമരാജൻ മേലാശാരി കാർമ്മികത്വം വഹിച്ചു. കെ വേണുഗോപാലൻ നമ്പ്യാർ, ചൂരിക്കാടൻ ചന്ദ്രൻ, പി കൃഷ്ണൻ മേസ്ത്രി എന്നിവർ പങ്കെടുത്തു. നോർത്ത് കോട്ടച്ചേരി തുളിച്ചേരി പുതിയോടൻ തറവാട് ദേവസ്ഥാനത്തെ പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശോത്സവം സമാപിച്ചു. പ്രതിഷ്ഠാദന ഉപദേവ പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടന്നു. നോർത്ത് കോട്ടച്ചേരി തുളിച്ചേരി പുതിയോടൻ തറവാട് ദേവസ്ഥാനത്തെ പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശ ഉത്സവത്തിന് സമാപനം. പ്രതിഷ്ഠ ഉപദേവ പ്രതിഷ്ഠാ കർമ്മങ്ങൾ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. 23 പെൺകുട്ടികൾ അണിനിരന്ന തിരുവാതിര അരങ്ങേറി. തുളിച്ചേരി കുമ്മണ്ണാർക്കാളരി ഭഗവതി ക്ഷേത്ര കോൽക്കളി സംഘത്തിന്റെ കോൽക്കളിയും ശ്രദ്ധേയമായി. കോൽക്കളി കാണാൻ 100 കണക്കിന് ആസ്വാദകർ എത്തിയിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. LDF MLA-മാരെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ പ്രതിഷേധം. കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ പ്രകടനം നടന്നു. NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ 23-ന് പഞ്ചദിന സത്യാഗ്രഹം തുടങ്ങും. വാഹന പ്രചരണ ജാഥ പ്രയാണം തുടങ്ങി. വഴിയോര കച്ചവടക്കാരോടുള്ള അവഗണന. വഴിയോര തൊഴിലാളി യൂണിയൻ SU പ്രവർത്തകർ നഗരസഭാ മാർച്ച് നടത്തി.
പഞ്ചഗുസ്തി മത്സരത്തിൽ ലോക ചാമ്പ്യനായ MV പ്രതീഷിന് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. ആംഗ്യഭാഷയിൽ ബജറ്റ് അവതരിപ്പിക്കാൻ ക്ഷണിക്കുന്ന സ്പീക്കറാണ് നിയമസഭയിൽ ഉള്ളതെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ. ഖനന നിയമത്തിലെ ഇളവ് റദ്ദാക്കിയ നടപടിക്കെതിരെ പ്രതിഷേധം. ജില്ലാ പരിസ്ഥിതി സമിതി സർക്കാരിനെ കുറ്റവിചാരണ ചെയ്തു. പതിവ് തെറ്റിച്ചില്ല. മധുരമ്പാടി ഇല്ലത്തെ തന്ത്രി കുടുംബത്തെ കാണാൻ തിരുവപ്പന വെള്ളാട്ടമെത്തി. മധുരമ്പാടി മുത്തപ്പൻ മണപ്പുര തിരുവപ്പന വെള്ളാട്ട ഉത്സവത്തിന് സമാപനം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.